നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കാൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഉത്തരവ്. 5 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. അന്വേഷണ സംഘം നിതിൻ രാജിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. ലോൺ ആപ്പ് മാഫിയകളുടെ ഭീഷണി മരണകാരണമായോ എന്നും അന്വേഷിക്കും. ജാതി അധിക്ഷേപവും മാനസിക പീഡനവുമാണ് മരണത്തിന് കാരണമെന്ന് ആവർത്തിച്ച കുടുംബം. അധ്യാപകന്റെ അസഭ്യവർഷം പതിവ് സംഭവമെന്ന് വിദ്യാർത്ഥിനികൾ. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനക്കണക്കുകളിൽ വ്യക്തത വരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തപാൽ വോട്ടുകൾ ഉൾപ്പെടെ പോൾ ചെയ്തത് 79.63%. സർവീസ് വോട്ടുകൾ കൂടി വരുമ്പോൾ അന്തിമ കണക്ക് മാറുമെന്നും നടപടികൾ സുതാര്യമെന്നും രത്തൻ ഖേൽക്കർ. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ നാവിക ഉപരോധം പ്രാബല്യത്തിൽ. എല്ലാ കപ്പലുകളും തടയുമെന്ന് അമേരിക്ക. ചെങ്കടലിലെ ബാബ് അൽ മന്ദബിൽ തിരിച്ചടിയെന്ന് ഇറാൻ. സമാധാന ആഹ്വാനത്തിന് പരിഹസിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി മാർപ്പാപ്പ. യുദ്ധത്തിനെതിരെ ശബ്ദമുയർത്തുമെന്നും ട്രംപിന് പേടിയില്ല എന്നും ലിയോ 14. മക്ക നഗരത്തിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സൗദി അറേബ്യ. മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേക പെർമിറ്റ് നിർബന്ധം. ഹജ്ജ് വിസയില്ലാത്ത ആരെയും മക്കയിൽ താമസിക്കാനോ പ്രവേശിപ്പിക്കാനോ അനുവദിക്കില്ലെന്ന് മന്ത്രാലയം. വനിതാ സംവരണ ബില്ലിലൂടെ ഇന്ത്യ പുതിയ ചരിത്രം രചിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക നീതി വെറുമൊരു മുദ്രാവാക്യമല്ലെന്നും സ്ത്രീ കേന്ദ്രീകൃത വികസനം ലക്ഷ്യമിട്ടിട്ടുള്ളതെന്നും നാരീശക്തി വന്ദൻ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി. ബിൽ അവതരിപ്പിക്കുക 16 തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ. പാർലമെന്റ് സമ്മേളനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മണ്ഡല പുനർനിർണയമെന്ന് സോണിയാഗാന്ധി. PC ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. മെത്രാന്മാരും വൈദികരും നിഷ്പക്ഷരും മിണ്ടാപ്രാണികളും ആയിരിക്കണമെന്ന് പറയാൻ കഴിയില്ലെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഷോൺ ജോർജ് സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. കോളേജിൽ നിന്നുള്ള നിർണായക CCTV ദൃശ്യങ്ങളും രേഖകളും ശേഖരിച്ചു. നിതിൻ രാജിനെതിരെയുള്ള ലോൺ ആപ്പ് സാമ്പത്തിക തട്ടിപ്പിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണത്തിൽ ഉറച്ച് കുടുംബം. ജാതി അധിക്ഷേപവും മാനസിക പീഡനവുമാണ് മരണത്തിന് കാരണമെന്ന് കുടുംബം ആവർത്തിച്ചു. ലോൺ ആപ്പ് വിവാദം സത്യങ്ങൾ മറയ്ക്കാനുള്ള ശ്രമമാണെന്നും കുടുംബം പറയുന്നു. നിതിൻ ലോൺ എടുത്തിരുന്നുവെന്ന് കുടുംബം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അത് അമ്മയുടെ ചികിത്സയ്ക്കായി എടുത്തതാണെന്ന് വിശദീകരിക്കുന്നു. അതേസമയം ലോൺ ആപ്പ് പരാതിയുടെ മറവിൽ നിതിൻ നേരിട്ട ജാതി അധിക്ഷേപങ്ങളും മാനസിക പീഡനങ്ങളും മറച്ചുവെക്കുകയാണെന്നും കുടുംബം പറയുന്നു. അമ്മ ആശുപത്രിയിൽ കിടന്നപ്പോൾ അതിന്റെ ആവശ്യത്തിനാണ് അവ എടുത്തത്. അവ അല്ലാത്ത പയ്യനല്ല. 1.5 മാസം SCT വട്ടപ്പാറ ആശുപത്രിയിലും മെഡിക്കൽ കോളേജായ എൻ്റെ ഭാര്യ ചികിത്സയിലായിരുന്നു. ആ സമയത്ത് പൈസ ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എടുത്തതാണ്. അല്ലാതെ പൈസ അടച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഭീഷണി കോളുകൾ വന്നുവെന്ന് ആരോപിക്കുന്ന അധ്യാപിക ഒരിക്കൽ പോലും അക്കാര്യം കുടുംബത്തെ അറിയിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. ലോൺ ആപ്പുകൾ അവ എടുത്തിട്ട് അവ അടയ്ക്കും. കാരണം അത് നമ്മളെന്ന് പൈസ വാങ്ങിച്ചല്ലേ അടയ്ക്കുന്നത്. അങ്ങനെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും കോളേജിൽ ഞങ്ങളോട് പറയാമല്ലോ. രക്ഷകർത്താവ് ഞങ്ങളാണല്ലോ. പേരൻസിനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ കാര്യം. SC/ST കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, ജബി മേത്തർ MP എന്നിവർ നിതിന്റെ വീട് സന്ദർശിച്ചു. ജീവിതത്തിന്റെ പ്രതീക്ഷയായിരുന്ന മകന്റെ മരണത്തിൽ നീതി തേടി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിതിൻ രാജിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. സർക്കാർ നിതിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേസിൽ നീതിപൂർവമായ അന്വേഷണം ഉറപ്പാക്കുമെന്ന് SC/ST കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോട് കുടുംബത്തിന് ഉറപ്പു നൽകി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, JB മേത്തർ MP തുടങ്ങിയ നേതാക്കൾ നിതിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു.
ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ചക്കരക്കൽ CI ഫക്രുദ്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തിയത്. കുടുംബം ഉന്നയിച്ച വിഷയങ്ങളിലും ലോൺ ആപ്പ് പരാമർശങ്ങളിലും സംഘം വ്യക്തത വരുത്തി. സർക്കാർ നിതിന്റെ കുടുംബത്തിനൊപ്പമെന്ന് ആവർത്തിച്ച മന്ത്രി വി ശിവൻകുട്ടി ഇത്തരം ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ നാടിന് ആപത്താണെന്ന് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് നിതിൻ രാജിന്റെ കുടുംബത്തോടൊപ്പമാണ്. സംഗീത ടീച്ചറിനെ പോലെയും റാം സാറിനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്തിൽ തന്നെ അപമാനമായിരിക്കുന്ന നിലയിലുള്ള പെരുമാറ്റമാണ്. അന്വേഷണത്തിൽ തീവ്ര ജാഗ്രത പുലർത്തുമെന്ന് SC/ST കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോട് വ്യക്തമാക്കി. കമ്മീഷൻ ഇതിനകത്ത് അതീവ താല്പര്യത്തോടു കൂടി സത്യസന്ധമായി തന്നെ ഇതെല്ലാം വിലയിരുത്തി പരിശോധിച്ച് നടപടികൾക്ക് പ്രേരണ ചെയ്യും. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ലെന്നും ലോൺ ആപ്പ് വിഷയം ഉയർത്തിയത് അസംബന്ധമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരും രക്ഷപ്പെടാൻ പാടില്ല. അപ്പം ജാതി അധിക്ഷേപം അതൊന്നും ഒരിക്കലും കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ MP നിതിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. നിതിന്റേത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണെന്ന് കൊടിക്കുന്ന് സുരേഷ് MP പറഞ്ഞു. മാനേജ്മെന്റിന് എന്തുമാകാമെന്ന ദാർഷ്ട്യത്തിന്റെ ഉദാഹരണമാണ് അഞ്ചരക്കണ്ടി കോളേജെന്നും കോളേജിന്റെ അഫിലിയേഷൻ നിർത്തലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിതിൻ രാജിന്റെ മരണത്തിൽ വ്യാപക പ്രതിഷേധം. വിദ്യാർത്ഥി, യുവജന, മഹിളാ സംഘടനകൾ മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ ജനരോക്ഷം ആളിക്കത്തി. അധ്യാപകൻ വിചിത്രമായ ശിക്ഷാരീതികളാണ് നടപ്പിലാക്കാറുള്ളതെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. വിദ്യാർത്ഥികളുടെ മൊഴികൾ നിർണായകമാണ്. കാത്തിരുന്ന കണക്കുകൾ പുറത്തുവന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്തിമ പോളിംഗ് കണക്കുകൾ പുറത്തുവിടുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാലതാമസം വരുന്നുവെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പരാതികൾക്കിടെ കണക്കുകളിൽ വ്യക്തത വരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തപാൽ വോട്ടുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് ഇതുവരെ പോൾ ചെയ്തത് 79.63%. ഇത് അന്തിമ കണക്കല്ല എന്നും സർവീസ് വോട്ടുകളുടെ കണക്കുകൾ കൂടി ചേർത്ത് ഫലപ്രഖ്യാപനത്തിന്റെ സമയത്ത് മാത്രമേ വ്യക്തത വരികയുള്ളൂ എന്നും രത്തൻ ഖേൽക്കർ അറിയിച്ചു. അതേസമയം കണക്കുകൾ പുറത്തുവിടുന്നതിൽ യാതൊരു കാലതാമസവും വരുത്തിയിട്ടില്ല എന്നും സമയബന്ധിതമായും സുതാര്യമായുമാണ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചതെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 ദിവസമായിട്ടും അന്തിമ കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടില്ല എന്ന് കാട്ടി പ്രതിപക്ഷ നേതാവ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി വരെ നൽകിയിരുന്നു. കോൺഗ്രസിന് പിന്നാലെ CPM നേതാക്കളും കണക്കുകൾ വൈകുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നിരുന്നു. ആരോപണങ്ങൾ കടുത്തപ്പോൾ വാർത്താസമ്മേളനം വിളിച്ച് വ്യക്തത വരുത്തുകയാണ് രത്തൻ ഖേൽക്കർ. സംസ്ഥാനത്ത് ഇതുവരെ പോൾ ചെയ്തത് 79.63%. EVMലെ വോട്ടുകൾ 78.27%. തപാൽ വോട്ടുകൾ 1.36%. ഇത് രണ്ടും കൂടി ചേർത്താണ് 79.36% ഉയർന്നത്. എന്നാൽ ഈ കണക്ക് അന്തിമമല്ല. സർവീസ് വോട്ടുകൾ കൂടി ഉൾപ്പെടുത്താനുണ്ട്. 53,984 സർവീസ് വോട്ടുകളുണ്ട്. ഇതിൽ എത്ര പേർ പോൾ ചെയ്തു എന്നത് കൗണ്ടിംഗ് ദിനത്തിൽ മാത്രമേ അറിയാനാകൂ. അതിനാൽ വോട്ടെണ്ണൽ കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ ഇൻഡെക്സ് കാർഡ് പുറത്തുവരും. അതിലാകും സംസ്ഥാനത്തെ ആകെ പോളിംഗ് കണക്കുകൾ തരംതിരിച്ച് അറിയാനാകുക. സോ നമ്മുടെ നിലവിൽ ഉണ്ടായിരുന്നത് 78.27 പ്ലസ് 1.36%. പ്രൊവിഷണൽ ആയിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്ന് സർവീസ് വോട്ടേഴ്സിൻ്റെ കണക്ക് നമുക്കിന്ന് വരാനുണ്ട്. സോ ഏകദേശം 79.63% ഈസ് ദ പ്രൊവിഷണൽ പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് ഇൻ കേരള. അതേസമയം കണക്കുകൾ പുറത്തുവിടുന്നതിൽ യാതൊരു കാലതാമസവും ഉണ്ടായിട്ടില്ല എന്നും തപാൽ വോട്ടുകളുടെ കണക്കുകൾ സുതാര്യമായും സമയബന്ധിതമായും പൂർത്തിയാക്കിയെന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിക്കുന്നത്. ഇത് സാധാരണമായിട്ടുള്ള ഒരു നമ്പർ ഓഫ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു ഡിലേ വന്നിട്ടില്ല. കൃത്യമായിട്ട് എല്ലാ കാര്യത്തിലും സമയബന്ധിതമായിട്ട് തന്നെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ നിയമപരമായി നേരിടാമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ നാവിക ഉപരോധം പ്രാബല്യത്തിൽ. ഇറാനിലേക്ക് എത്തുന്ന എല്ലാ കപ്പലുകളെയും തടയുമെന്ന് അമേരിക്ക അറിയിച്ചു. ഹോർമൂസിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ചെങ്കടലിലെ ബാബ് അൽ മന്ദബിൽ തിരിച്ചടിയെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. അതിനിടെ സമാധാന ആഹ്വാനത്തിന് പരിഹസിച്ച ട്രംപിന് മറുപടിയുമായി മാർപ്പാപ്പ രംഗത്തെത്തി. യുദ്ധത്തിനെതിരെ ശബ്ദമുയർത്തുമെന്നും ട്രംപിന് പേടിയില്ല എന്നും ലിയോ 14 വ്യക്തമാക്കി.
ആഭ്യന്തര LPG വിതരണം സാധാരണ നിലയിലാണെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. അന്താരാഷ്ട്ര തലത്തിൽ പ്രതിസന്ധി നിലവിൽ ഇന്ത്യയെ ബാധിച്ചിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഏകദേശം 20,400 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യൻ കപ്പൽ ജഗ് വിക്രം ഏപ്രിൽ 11 ഹോർമൂസ് കടലിടുക്ക് കടന്നിരിക്കുന്നു. നാളെ കപ്പൽ ഇന്ത്യൻ തീരത്ത് എത്തുമെന്നും ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളിലും പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ ആണെന്നും തുറമുഖ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൾ പറഞ്ഞു. വനിതാ സംവരണ ബില്ലിലൂടെ ഇന്ത്യ പുതിയ ചരിത്രം രചിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹ്യ നീതി കേവലം മുദ്രാവാക്യമല്ല എന്നും ഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ നാരി ശക്തി വന്ദൻ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. വനിതകൾക്ക് 33% സംവരണം നൽകുന്ന ബില്ല് 16 ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കും. ലോക്സഭയിലും നിയമസഭകളിലും 33% വനിതാ സംവരണം ഏർപ്പെടുത്തുന്ന നാരി ശക്തി വന്ദൻ അഭിയാൻ എന്ന വനിതാ സംവരണ ബിൽ ഈ മാസം 16 മുതൽ ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കും. വനിതാ സംവരണ ബിൽ ഈ നൂറ്റാണ്ടിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണെന്നും ഇതിലൂടെ ഇന്ത്യ പുതിയ ചരിത്രം രചിക്കുകയാണെന്നും ഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ നാരി ശക്തി വന്ദൻ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2029 വനിതാ സംവരണം പൂർണ്ണമായും നടപ്പാക്കും. സ്വാതന്ത്ര്യ സമരം മുതൽ രാജ്യത്തിന്റെ അടിത്തറ പാകുന്നതിൽ സ്ത്രീശക്തി നിർണായകമായിരുന്നു. സ്ത്രീകൾ ഭരണകൂടത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറണമെന്നും വനിതാ പങ്കാളിത്തം ജനാധിപത്യത്തിന് കൂടുതൽ കരുത്തു നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. भारत की नारी शक्ति ने असीमित योगदान दिया है, इतिहास गवाह है। और आजादी के बाद भी जिन महिलाओं को प्रतिनिधित्व का मौका मिला, उन्होंने देश के लिए बहुत शानदार काम किया है. പാർലമെന്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് ബില്ല് പാസാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി MP-മാർക്ക് കത്തയച്ചിരുന്നു. 2011 സെൻസസ് അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടത്തി വനിതാ സംവരണം നടപ്പാക്കാനാണ് തീരുമാനം. ഇതനുസരിച്ച് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്നും 816 ഉയരും. ഓരോ സംസ്ഥാനത്തും നിലവിലുള്ളതിന്റെ 50% കൂടി സീറ്റുകൾ വർദ്ധിപ്പിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ പങ്ക് ഉറപ്പാക്കാനാണ് വനിതാ സംവരണ ബിൽ കൊണ്ടുവരുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. ശ്രീലേഖ. രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം കുറവാണെന്നും അതിൽ എല്ലാം മാറ്റം വരുത്താൻ ബിൽ സഹായകരമാകുമെന്നും ശ്രീലേഖ പറഞ്ഞു. രാഷ്ട്രനിർമ്മാണത്തിൽ, നിയമനിർമ്മാണത്തിൽ നല്ലൊരു പങ്ക് വേണം എന്ന ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ഒരു നിയമ ഭേദഗതി ഭരണഘടനയിൽ കൊണ്ടുവരണം എന്ന ആവശ്യവുമായിട്ട് വന്നത്. രാഷ്ട്രീയ രംഗം നോക്കിക്കഴിഞ്ഞാൽ പോലും സ്ത്രീകൾക്ക് ഒരു ടിക്കറ്റ് കിട്ടുന്നതും ഇലക്ഷനിൽ നിൽക്കുന്നതുമൊക്കെ വളരെ അപൂർവമായിട്ടുണ്ടായിരുന്നു. പ്രളയ വിവാദത്തിൽ മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. പിരിഞ്ഞുപോകാൻ തയ്യാറാകാതെ പ്രവർത്തകർ. മാത്യു കുഴൽനാടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. താൻ പുറത്തുവിട്ട ശബ്ദരേഖ 100% കൃഷ്ണൻകുട്ടിയുടേത് തന്നെയാണെന്നും UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ പ്രളയത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഇനിയും താപനില ഉയരും. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട് മക്ക നഗരത്തിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സൗദി അറേബ്യ. ഏപ്രിൽ 13 തിങ്കളാഴ്ച മുതൽ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേക പെർമിറ്റ് നിർബന്ധമാക്കി. മക്കയിൽ ഇഖാമയുള്ളവർ, ഹജ്ജ് പെർമിറ്റ് ഉള്ളവർ, മക്കയിൽ ജോലി ചെയ്യുന്നതിനായി പ്രത്യേക അനുമതി ലഭിച്ചവർ എന്നിവർക്ക് മാത്രമേ ഇനി നഗരത്തിലേക്ക് പ്രവേശനമുണ്ടാകൂ. റെസിഡൻസ് തൊഴിലാളികൾക്ക് മക്കയിൽ പ്രവേശിക്കുന്നതിനുള്ള അപേക്ഷകൾ അബ്ഷീർ മുഖേന പോർട്ടലുകൾ വഴി സമർപ്പിക്കാവുന്നതാണ്. GCC പൗരന്മാർ, പ്രീമിയം റെസിഡൻസി ഉടമകൾ, നിക്ഷേപകർ, ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്ക് അബ്ഷീർ വഴിയും മക്ക ആസ്ഥാനമായുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മുഖീം പോർട്ടൽ വഴിയും അപേക്ഷിക്കാം. ഹജ്ജ് വിസയില്ലാത്ത ആരെയും മക്കയിൽ താമസിക്കാനോ പ്രവേശിക്കാനോ അനുവദിക്കില്ല എന്ന് മന്ത്രാലയം വ്യക്തമാക്കി.
ഉംറ വിസയിൽ എത്തിയവർ രാജ്യം വിടേണ്ട അവസാന തീയതി ഏപ്രിൽ 18 ശനിയാഴ്ചയാണ്. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പൗരന്മാർക്കും താമസക്കാർക്കും വരുന്ന ഒറ്റ റിങ്ങിൽ അവസാനിക്കുന്ന അന്താരാഷ്ട്ര ഫോൺ കോളുകൾക്ക് എതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ആഗോളതലത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സംഘടിത സൈബർ തട്ടിപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിൽ വരുന്ന ഫോൺ കോളുകളെന്ന് സുരക്ഷാ അധികൃതർ അറിയിച്ചു. ഒറ്റ റിങ്ങിൽ ഉടനടി വിച്ഛേദിക്കപ്പെടുന്ന ഇത്തരം കോളുകൾ അന്താരാഷ്ട്ര തലത്തിൽ ബാങ്കിരി സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ തട്ടിപ്പ് രീതിയാണ്. വോയിസ് സന്ദേശങ്ങൾ വഴിയോ ഓട്ടോമേറ്റഡ് ട്രാൻസ്ഫറുകൾ വഴിയോ ഫോൺ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇരയെ ലൈനിൽ നിലനിർത്തുന്നത് ഉൾപ്പെടെ നിരവധി രൂപത്തിലാണ് തട്ടിപ്പ് നടത്തുന്നത്. ഇരയുടെ ബാലൻസ് തുകയിൽ നിന്ന് അമിത നിരക്കുകൾ ഈടാക്കുവാനും വൻ തുകയുടെ ഫോൺ ബിൽ ബാധ്യത വന്നുചേരാനും ഇത് കാരണമാവും. കുവൈറ്റിൽ തൊഴിൽ അവകാശ നിഷേധത്തിന് പിന്നാലെ തൊഴിലുടമയ്ക്കെതിരെ സംഘം ചേർന്ന് പ്രതിഷേധിച്ച തൊഴിലാളികളെ പിരിച്ചുവിട്ട് അധികൃതർ. നിയമലംഘനങ്ങൾ നടത്തിയ തൊഴിലുടമയ്ക്കും കമ്പനി ഉദ്യോഗസ്ഥർക്കുമെതിരെ കർശന നടപടി സ്വീകരിച്ചു. എക്സിക്യൂട്ടീവ് മാനേജർ അടക്കമുള്ളവരെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന് കൈമാറി. വലിയൊരു വിഭാഗം തൊഴിലാളികൾ സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിച്ചതിനെ തുടർന്നാണ് നടപടി. 400-ലധികം തൊഴിലാളികൾ ഒത്തുചേർന്നതായി പബ്ലിക് സെക്യൂരിറ്റി സെക്ടറിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലേബർ റിലേഷൻസ് വകുപ്പും ഫീൽഡ് കംപ്ലയിൻസ് യൂണിറ്റും സ്ഥലത്തെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഒത്തുചേരൽ നിയന്ത്രണ വിധേയമാക്കി തൊഴിലാളികളെ പിരിച്ചുവിടുകയായിരുന്നു. കുവൈറ്റിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 5 പേരിൽ 4 പേർ ജമ്മുകശ്മീർ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞു. ജമ്മുകശ്മീർ ബച്ചേൻവാലി സ്വദേശികളായ മുഹമ്മദ് നയീം, മുഹമ്മദ് ഖാലിദ്, ജമ്മു ദാറ സ്വദേശി മുംതാസ് റാഷിദ്, ജമ്മു പൂഞ്ച് സ്വദേശി സർഫാസ് അഹമ്മദ് എന്നിവരാണ് തിരിച്ചറിഞ്ഞ ഇന്ത്യക്കാർ. മരിച്ചവരിൽ ഒരാളുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം ഉണ്ടായ വാഹനാപകടത്തിലാണ് 5 പേർ മരണമടഞ്ഞത്. അപകടത്തിൽ ഒരു വാഹനത്തിന് തീ പിടിച്ചിരുന്നു. ഇതേ തുടർന്ന് 5 മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഉണ്ടായിരുന്നത്. മരിച്ചവരിൽ ഒരാളുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. സംഘർഷ സാഹചര്യമാണെങ്കിലും വിഷു ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഗൾഫ് പ്രവാസികൾ. ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലുമെല്ലാം വിഷു വിഭവങ്ങളും പുതുവസ്ത്രങ്ങളുമൊക്കെ എത്തിക്കഴിഞ്ഞു. മുൻവർഷത്തെ അപേക്ഷിച്ച് കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും കണിവെള്ളരിയും കണിക്കൊന്നയും ഉൾപ്പെടെ എല്ലാം ആവശ്യത്തിന് ലഭ്യമാണ്. ആശങ്കകളും പ്രതിസന്ധികളുമൊന്നും പ്രവാസികളുടെ ആഘോഷങ്ങളെ ബാധിക്കുന്നേയില്ല. ഗൾഫ് മേഖലയിലെ സംഘർഷ സാഹചര്യം പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ലെങ്കിലും വിഷു അതിന്റെ പകിട്ടോടെ തന്നെ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഗൾഫിലെ മലയാളികൾ. ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലെല്ലാം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പഴം, പച്ചക്കറി, പലചരക്ക് ഉൾപ്പെടെയുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് നേരിയ വിലക്കയറ്റമുണ്ടെങ്കിലും കണിക്കുന്നയും കണിവെള്ളരിയും തുടങ്ങി തൂശനില വരെ ആവശ്യത്തിന് ലഭ്യമാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ. ഞങ്ങൾ കാലത്ത് കണിക്ക വയ്ക്കും. എല്ലാവരും ഉണ്ട്, മോനുണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ കണിയൊക്കെ വെച്ച് പിന്നെ ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി സന്തോഷമായിട്ട് കൂടും. ഇപ്പോഴും അങ്ങനെ തന്നെ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം സന്തോഷമായിട്ട് പോകുന്നുണ്ട്. 3200 ടണ്ണിലേറെ പഴം, പച്ചക്കറികളാണ് കേരളത്തിൽ നിന്നും ലുലു ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇതിനകം എത്തിച്ചത്. അതുകൊണ്ട് കേരളത്തിന്റെ തനത് വിഭവങ്ങൾ ഒരുക്കി തന്നെ പ്രവാസി മലയാളികൾക്ക് ഇത്തവണയും വിഷു ആഘോഷിക്കാം. 20-ൽ പരം പായസങ്ങളും വിഷു സദ്യയുമൊക്കെ മുൻകൂട്ടി ഓർഡർ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. UAE നൽകുന്ന സുരക്ഷയും കരുതലും തന്നെയാണ് ഈ സാഹചര്യത്തിലും വിഷു ആഘോഷിക്കാൻ കാരണമെന്ന് പ്രവാസികൾ പറയുന്നു. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ആകെ എഫക്റ്റ് ചെയ്യുന്നത് ജോലിയിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച്, നാട്ടിലാണ് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട്, പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലാം ഗംഭീരമാണ്. അതിനുള്ളൊരു സപ്പോർട്ടും ഗവൺമെന്റ് തരുന്നുണ്ട്. കൽച്ചട്ടി, മൺചട്ടി, ഉരുളി, നിലവിളക്ക് എന്നിവയും വിഷു കേമമാക്കാൻ ആവശ്യമെങ്കിൽ വാങ്ങാം. വിഷുപ്പുടവകളുടെ വമ്പൻ കളക്ഷനും ഇക്കുറിയുണ്ട്. സെറ്റ് സാരിയും സെറ്റും മുണ്ടും കസവ് വസ്ത്രങ്ങളും എന്നിങ്ങനെ മുതിർന്നവർക്കും കുട്ടികൾക്കും ആഘോഷം കളറാക്കാനുള്ള കേരള തനിമയുള്ള വസ്ത്രങ്ങൾ നിരവധി. പശ്ചിമേഷ്യയിലെ സംഘർഷം സൃഷ്ടിച്ച പ്രതിസന്ധികളൊന്നും പ്രവാസികളുടെ വിഷു ആഘോഷങ്ങളെ മുടക്കുന്നില്ല. ദുബായിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. ഒറ്റനോട്ടത്തിൽ മലയാളക്കരയുടെ വിഷുക്കാഴ്ചകളിലേക്ക് കാലെടുത്തു വെച്ച പ്രതീതിയാണ് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇപ്പോൾ. ഇതിനെല്ലാം പുറമെ വിഷു ആഘോഷിക്കുന്ന ഉപഭോക്താക്കൾക്കായി
സ്പെഷ്യൽ ഓഫറുകളുമുണ്ട്. സ്വാദേറുന്ന വിഷു സദ്യയും കറി വിഭവങ്ങളുമാണ് ലുലുവിലെ വിഷു ആഘോഷങ്ങളിൽ ട്രെൻഡിങ്. സദ്യകളിലെ ഇഷ്ടവിഭവങ്ങളെല്ലാം ലുലുവിൽ തയ്യാറാണ്. ഇഷ്ടമുള്ള അളവിൽ മിതമായ നിരക്കിൽ വാങ്ങാനും സൗകര്യമുണ്ട്. 24 കൂട്ടം വിഭവങ്ങളോട് കൂടിയ തനിനാടൻ കേരള സദ്യയ്ക്ക് 29.99 റിയാൽ മാത്രമാണ് ലുലു വിഷു സദ്യയുടെ വില. പ്രഥമൻ മുതൽ പാൽപ്പായസം വരെ നീളുന്ന മധുരമേറുന്ന 15 തരം പായസങ്ങളുടെ നിരയാണ് ലുലുവിൻ്റെ സദ്യ കൗണ്ടറിലെ മറ്റൊരു വിഷു സ്പെഷ്യൽ. വീട്ടിലേക്കോ ഓഫീസിലേക്കോ പായസം ബൾക്കായി ബുക്ക് ചെയ്യാനും ലുലുവിൽ സൗകര്യമുണ്ട്. കണിക്കൊന്ന, പച്ചക്കറികൾ, പഴങ്ങൾ ഉൾപ്പെടെ വിഷുക്കണി ഒരുക്കാൻ വേണ്ട സകലതും ഒരു കുടക്കീഴിൽ വാങ്ങാൻ കഴിയുമെന്നതും ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലെ വിഷു ഷോപ്പിംഗ് സൗകര്യപ്രദമാക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി തവനൂരിൽ വിഷുത്തൈ നീട്ടം വിതരണം ചെയ്തു. യുവധർമ്മ ധാരയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ താനൂർ അമൃതാനന്ദമയി ആശ്രമം മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നടന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനും വിഷു ആഘോഷത്തിനുമായാണ് അമൃത യുവധർമ്മധാരയുടെ നേതൃത്വത്തിൽ തവനൂരിൽ ഭക്തർ ഒത്തുകൂടിയത്. താനൂർ അമൃതാനന്ദമയി ആശ്രമ മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മഹാമാഘ ഉത്സവത്തിനായി വിവിധ തലങ്ങളിൽ സന്നദ്ധ പ്രവർത്തനം നടത്തിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് ആയുധിന്റെ നേതൃത്വത്തിൽ ഭക്തർക്ക് വിഷുത്തൈ നീട്ടവും വിഷുക്കൈ നീട്ടവും നൽകി. നമ്മൾ കൈനീട്ടം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു സംസ്കാരമാണ്. കൊടുക്കൽ വാങ്ങൽ, പങ്കുവയ്ക്കൽ സംസ്കാരം, നിറവിൻ്റെ സംസ്കാരം, ഇതെല്ലാം അടുത്ത തലമുറയിലേക്ക് പകരുന്നതിന് വേണ്ടി മുതിർന്നവർ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഇപ്പം അമ്മ നൽകുന്നത് കൊടുക്കുക എന്നൊരു ആദർശത്തിനോടൊപ്പം തന്നെ വിഷു തൈ നീട്ടം, നമ്മൾ ആ തൈകൾ നട്ടുകൊണ്ട് തന്നെ ഓരോ വീടുകളിലും പച്ചക്കറി തോട്ടം ഉണ്ടാക്കുക എന്നുള്ള വലിയ മെസ്സേജാണ് അമ്മ ഈ വിഷുദിനത്തിൽ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വൃക്ഷത്തൈ നീട്ടം എന്ന പരിപാടി നടത്തുന്നത്. പരിപാടിയുടെ ഭാഗമായി നടന്ന ശിവശക്തി ഹോമത്തിന് കൊയിലാണ്ടി അമൃതാനന്ദമയി ആശ്രമ മഠാധിപതി ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ നേതൃത്വം നൽകി. അമൃത ന്യൂസ്, മലപ്പുറം. യുഎയിലെ വിദ്യാലയങ്ങളിൽ വിദൂര പഠനരീതി മെയ് 1 വരെ നീട്ടിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ ഏപ്രിൽ 17 വരെയാണ് കിൻഡർ ഗാർഡൻ, നഴ്സറികൾ തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദൂര പഠനരീതി തീരുമാനിച്ചിരിക്കുന്നത്. തീയതിക്ക് മാറ്റമുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ഔദ്യോഗിക ചാനലുകളിലൂടെ അക്കാര്യം അറിയിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ ഡിസ്റ്റൻസ് ലേണിംഗ് നീട്ടേണ്ടതായ തീരുമാനങ്ങൾ ഒന്നുമില്ല എന്നും മന്ത്രാലയം വിശദീകരിച്ചു. സ്ഥിതിഗതികൾ ആഴ്ചതോറും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അതനുസരിച്ച് സമയപരിധി ക്രമീകരിക്കുമെന്നും UAE വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തി മേഖലയായ നോയിഡയിൽ ഫാക്ടറി ജീവനക്കാരുടെ പ്രതിഷേധത്തിൽ സംഘർഷം. വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. നോയിഡ ഫേസ് 2 സംഭവം നടന്നത്. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. തൊഴിലാളികളുമായി ചർച്ച നടത്തുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആലത്തൂരിൽ 20 വയസ്സുകാരി അസ്നയുടെ മരണത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. അസ്ന ഭർതൃവീട്ടിൽ നേരിട്ടത് കൊടിയ മാനസിക പീഡനമെന്ന് കുടുംബം. ഭർതൃകുടുംബത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അസ്നയുടെ മാതാപിതാക്കൾ. ഏപ്രിൽ 6 ആലത്തൂർ സ്വദേശിയായ അസ്നയുടെ മരണം സംഭവിക്കുന്നത്. ഭർത്താവും വീട്ടുകാരും അസ്നയെ കൊണ്ട് കഠിന ജോലികൾ ചെയ്യിച്ചും പരിഹസിച്ചും നിരന്തരം ചൂഷണം ചെയ്തെന്നാണ് മാതാപിതാക്കളുടെ പരാതി. ഇതേ തുടർന്ന് വീട് വിട്ടിറങ്ങിയ അസ്നയെ ഭർത്താവ് അബ്ദുറഹ്മാൻ തിരികെ കൂട്ടിക്കൊണ്ടുപോയെന്നും കുടുംബം പറയുന്നു. എലിവിഷം ഉള്ളിൽ ചെന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭർതൃവീട്ടുകാർ മറച്ചുവെച്ചുവെന്നാണ് ആരോപണം. പരീക്ഷയ്ക്ക് മാർക്ക് കുറയും എന്ന പേടിയിൽ ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ ഭർതൃവീട്ടുകാരുടെ ശ്രമമുണ്ടെന്നും അസ്നയുടെ കുടുംബം പറയുന്നു. അവൾക്ക് മാർക്കിന്റെ പ്രശ്നമേ അവൾക്കില്ല. അവൾക്ക് അവിടുത്തെ മാനസികമായ പീഡനത്തിൽ ഇരയായതുകൊണ്ട് എന്റെ മകൾക്ക് അത് എങ്ങനെ വൈകിച്ചെന്നും അവൾക്ക് അറിയില്ല. എന്റെ മകൾ ICU വെച്ച് പോയി എന്നോട് ചോദിച്ചതാണ്, ഉമ്മ എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചതാണ്. പിന്നെ എന്താ പറ്റി? ഒന്നും പറ്റിയിട്ടില്ല മോളെ ഞാൻ പറഞ്ഞു.
അസ്വാഭാവിക മരണത്തിന് ആലത്തൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചു. ഭർത്താവിനും കുടുംബത്തിനും എതിരെ പരാതി നൽകി കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടാനാണ് അസ്നയുടെ കുടുംബത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, പാലക്കാട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.